ഇതുണ്ടോ ഫാഗിറ്റാക്കാൻ 4 പീസ് അത് ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് റമളാൻ വ്ലോഗാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒത്തിരി റെസിപ്പീസും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 2-2:30 ആയപ്പോഴേ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ടൊക്കെ ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് പതിവ് തെറ്റിക്കണില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ വറുത്തരച്ച കോഴിക്കറിയും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. തേങ്ങയിലോട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ഇതിൽ ഞാൻ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഇന്ന് ഞാൻ തനി നാടനൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരല്പം ഉലുവയും വലിയ ജീരകവും ഇട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഈ വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സിയിൽ അടിക്കണേക്കായോ ഒന്നുകൂടെ നല്ലത് ജസ്റ്റ് ഒന്ന് ഇടികല്ല് വെച്ച് ചതച്ചെടുത്ത് ചേർക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇവിടെ ചിക്കനോ ബീഫോ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കൽ മസ്റ്റാണ് കേട്ടോ. കാരണം ഇവിടെ മക്കൾ കറിയിലുള്ള ചിക്കനും ബീഫും അങ്ങനെ കഴിക്കൂല. അതിൽ കിഴങ്ങ് ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും. അതവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കിഴങ്ങ് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം കറി വെക്കുമ്പോൾ അതൊന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. കറിയിൽ കിടന്ന് ഉടഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മസാലപ്പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കന് കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് കേട്ടോ എടുക്കാറ്. കാരണം കറിയിലുള്ള ചിക്കന് എപ്പോഴും എല്ലുള്ള പീസാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. കുളി കഴിഞ്ഞ് വന്ന പടഞ്ഞ് ഉമ്മാൻ്റെ പഴയൊരു നൈറ്റ് എടുത്തിട്ടതായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ കൈയൊക്കെ ബോറായിട്ടിരിക്കുന്നത്. ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ ഇടാൻ ഏറ്റവും കംഫർട്ടബിൾ ഉമ്മാൻ്റെ ലൂസായിട്ടുള്ള നൈറ്റിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത 2 തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വറുത്തെടുത്തിട്ടുള്ള ഈ തേങ്ങ മുഴുവനായിട്ടും ഞാൻ കറിയിലോട്ട് എടുക്കണില്ല. അതിൽ നിന്ന് ഒരല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഞാൻ ഒരല്പം പച്ചത്തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റി വെച്ച തേങ്ങ ഇന്നൊരു സ്നാക്ക് റെഡിയാക്കുന്നുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ചിക്കൻ ഒന്നുകൂടെ കുക്കായി വരാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാൻ പഴം വെച്ചിട്ട് ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതാ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴം, ക്യാരറ്റ്, തേങ്ങ, പിന്നെ അല്പം കാഷ്നട്ടും ബദാമും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നെയ്യിലോട്ട് കാഷ്നട്ടും ബദാമും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഏലക്ക ഒന്ന് കുത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ഇനി ഈ പഴം നെയ്യിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പഴം പഴുപ്പ് അല്പം കുറവാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു സ്നാക്കൊക്കെ റെഡിയാക്കാൻ എപ്പോഴും നല്ല പഴുത്ത് പാകമായിട്ടുള്ള പഴം തന്നെ സെലക്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടെ നെയ്യിൽ നല്ല പോലെ ആ ക്യാരറ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കുക. ലാസ്റ്റ് ഇതിലോട്ട് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തേങ്ങാ ചിരവിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഈ ഒരു മിക്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലുള്ള ആ ഒരു ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, കിഴങ്ങ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കറി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര വെന്ത് കഴിഞ്ഞാലും ഉടഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കറി ഒന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിനേക്കായും എനിക്കൊന്നുകൂടി ഇഷ്ടം കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. തേങ്ങ ഒഴിച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഇതിലോട്ട് താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഏകദേശം ഒരു 1/2 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഒന്നുകിൽ മിക്സിയുടെ ജാറിലോട്ട് മുട്ട പൊട്ടിച്ചടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. അതിലേറെ നല്ലത് നമ്മൾ ഈ ബാറ്റർ അടിച്ചെടുത്തതിന് ശേഷം പിന്നീട് മുട്ട ചേർത്തിട്ട് ഒരു തവി വെച്ച് മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. എങ്കിൽ മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് കറി നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ കറി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്സിലേക്കുള്ള ബാറ്റർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പഴത്തിൻ്റെ ആ ഒരു കൂട്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം പാൻ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എങ്ങാനും അടി കരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാനത് ഒരു പാനിൻ്റെ മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പഴം വെച്ചിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണല്ലോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണില്ല. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. തികച്ചും വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇവിടെ മക്കൾക്ക് ഇന്ന് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്നാക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് വേറെ തന്നെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തത്. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബനാന പോള കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു വേറൊരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു പോള ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് ഫ്ലിപ്പായി പോയി കേട്ടോ. എന്നാണെങ്കിലും ഞാനിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കറിയും പത്തിരിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി നേരത്തെ ആക്കിയിട്ടുണ്ട്. ഇനി പത്തിരി റെഡിയാക്കാനായിട്ട് ആദ്യം ഒന്ന് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. പത്തിരിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കണില്ല. കാരണം മുമ്പ് പല വ്ളോഗിലും ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. പിന്നെ പത്തിരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ. ഞാനിപ്പോൾ ഇന്ന് റെഡിയാക്കാൻ പോണത് ഞങ്ങളിവിടെ സാധാരണ ഉണ്ടാക്കണം പൊടി തട്ടി പരത്തി എടുത്തിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറുമ്പോഴേക്കും ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോണ സ്പൈസി സ്നാക്കിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക്
അതിലേക്ക് ഞാൻ പത്തിരിയൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. ഞാനിവിടെ സാധാരണ ഇങ്ങനെ പൊടി തട്ടി പരത്തി എടുത്തിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാറ്. അതാകുമ്പോൾ നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സിൽ പരത്തിയിട്ട് ഡയറക്റ്റ് കല്ലിൽ ചുട്ടെടുക്കുകയും ചെയ്യാം. എനിക്ക് അതിനേക്കാൾ ഒന്നുകൂടെ ഉണ്ടാക്കാനും അതേപോലെ കഴിക്കാനും ഇഷ്ടം ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ പരത്തി എടുത്തിട്ടുള്ള പത്തിരിയാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. ഞാൻ പത്തിരിപ്പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നൈഷുകുട്ടി ആ ഒരു ചുറ്റുവട്ടത്തുനിന്ന് പോവില്ല കേട്ടോ. അവൾക്ക് ആ ഒരു മാവിൽ നിന്ന് കുറച്ചെടുത്ത് അതൊക്കെ ഒന്ന് ഉരുട്ടി പരത്താനും പിന്നെ ആദ്യം ചുട്ടെടുക്കുന്ന പത്തിരി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ആ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടെ ഞാൻ നമ്മുടെ ആ ഒരു സ്പൈസി സ്നാക്കും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഡ്രിങ്കിന് ഞാൻ വത്തക്ക വെള്ളമാണ് റെഡിയാക്കുന്നത്. അതും സാധാരണ പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വത്തക്ക വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വത്തക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ വത്തക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മാക്സിമം അതിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മധുരം വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ശേഷം അല്പം പാലും ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാനും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതും. അതുപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ പകുതി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഞാൻ വളരെ കുറവ് മധുരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കുറച്ചും കൂടെ മധുരം ചേർത്ത് കഴിഞ്ഞാലേ അതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പൈസി സ്നാക്കും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പൊക്കെ തുറക്കുന്ന ടൈമിൽ എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്ത കടികളേക്കായൊക്കെ എത്രയോ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. ഇത് കാണുന്ന പോലെയല്ല, കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പാകത്തിന് ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഫസ്റ്റ് നോമ്പ് നമ്മുടെ അനുക്കുട്ടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളത് കംപ്ലീറ്റ് ചെയ്തു. ഒരു 4-4:30 ആയപ്പോഴേക്കും ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ നോമ്പ് മുറിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാണ്ട് അത് എങ്ങനെയൊക്കെയോ അങ്ങോട്ട് മഗ്‌രിബ് ബാങ്ക് വരെ എത്തിച്ചു. പിന്നീട് രണ്ടാമത്തെ ദിവസം നോമ്പെടുക്കാനൊക്കെ നിന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഈ ചൂടൊന്നും അത്ര താങ്ങൂല. അവനാണെങ്കിലും അൽഹംദുലില്ലാ ഒരു നോമ്പ് അവൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മളെ നൈഷുക്കുട്ടി പിന്നെ ഒരു ദിവസം ഒരു 3-4 നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ നോമ്പ് നോൽക്കുന്ന അത്താഴത്തിന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കിടക്കും. എന്നിട്ട് അത്താഴത്തിന് വെറുതെ ഫുഡെങ്കിലും കഴിച്ചോട്ടെ വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടം തന്നെയല്ലേ അവൾക്ക് ഒന്നിറങ്ങി എണീറ്റിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഏകദേശം ബാങ്ക് വിളിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഞാൻ വറവിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വറവിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഈ കറി തിക്കായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വറുത്തരച്ചിട്ടുള്ള നാടൻ ചിക്കൻ കറിയാണ്. ഈ വത്തക്ക വെള്ളത്തിലോട്ട് ഞാനൊരല്പം കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മധുരം അല്പം കുറവായിരുന്നു. നല്ല മധുരത്തോട് കൂടിയിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ട് ഇത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കേട്ട പാടന്നെ അനും സോനും ഓടി വന്നിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ ഒന്നാമത്തെ നോമ്പ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നോമ്പ് തുറന്ന പാടെ സോനു പറയായിരുന്നു ഈ നോമ്പ് ഭയങ്കര സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ഒട്ടും ക്ഷീണമൊന്നും തോന്നിയില്ല എന്നുള്ളത്. നോമ്പ് 30 ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷേ എനിക്ക് ഫസ്റ്റ് നോമ്പിന് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നല്ല ചൂടൊക്കെ അല്ലേ, ആ ഒരു ടൈമിൽ നോമ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കുട്ടികൾക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ സോനുവിന് ഭയങ്കര ഈസി ആയിട്ടാട്ടോ തോന്നിയത്. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നോമ്പിന് ഡയറ്റും വർക്കൗട്ടൊക്കെ എങ്ങനെയാണ് എത്താന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കും, ഫ്രൂട്ട്സും കഴിക്കും. അതിനുശേഷം മാത്രമാണ് കേട്ടോ സ്നാക്സ് കഴിക്കാറ്.
ആദ്യം തന്നെ വെള്ളവും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം സ്നാക്സ് ഒന്നും കഴിക്കാൻ തോന്നൂലല്ലോ. അപ്പം ഞാൻ ആ ഒരു സ്പൈസി സ്നാക്കിൻ്റെ ഒരു പീസും പിന്നെ ആ ഒരു പോളുണ്ടല്ലോ അതിൽ നിന്ന് ചെറിയൊരു പീസ് മാത്രമാണ് കേട്ടോ കഴിച്ചത്. കാരണം ആദ്യം തന്നെ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പൊക്കെ ഞാൻ നോമ്പ് തുറന്ന പാടെ നന്നായിട്ട് സ്നാക്സ് ആട്ടോ കഴിക്കാറുണ്ടായിരുന്നത്. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. നല്ല ചൂടുള്ള കട്ടനും നല്ല എരിവുള്ള സ്നാക്സും എത്ര വേണമെങ്കിലും കഴിക്കുമായിരുന്നു. അത് ഒന്ന് കുറച്ചാൽ തന്നെ ഒരുവിധം നല്ലതായിരിക്കും നോമ്പിന്. നമ്മൾ ആ ഒരു എണ്ണക്കടികളും മറ്റും ഒക്കെ ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. പാടെ ഒഴിവാക്കണ്ട, ചെറിയ പീസൊക്കെ കഴിക്കുകയായിരിക്കും നല്ലത്. ഞാനിങ്ങനെ സൂക്ഷിച്ച് കഴിക്കണ കണ്ടപ്പോൾ സോനുട്ടി പറയായിരുന്നു കേട്ടോ, ഉമ്മച്ചി ആ ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു 4 പീസെങ്കിലും കഴിക്കൂലേ എന്നുള്ളത്. ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉമ്മച്ചി കഴിക്കാണ്ടിരിക്കാൻ കഴിയണമെന്ന്. ശരിക്കും ഞാൻ അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അങ്ങനെ വലിയ ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല. നോമ്പല്ലേ, ആ ഒരു ടൈമിലൊക്കെ അല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ മിതമായിട്ട് കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വർക്കൗട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല. കാരണം പൊതുവേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല പകൽ ടൈമിൽ. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയും നമ്മുടെ ഉറക്കമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാറില്ല. പിന്നെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് ദഹിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ച് സമയം എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യും കേട്ടോ. നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നല്ലപോലെ വേർക്കും. അപ്പോൾ ആ ടൈമിൽ നല്ലോണം വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റാത്ത ടൈമിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ടയർഡായി പോവും. അതുകൊണ്ട് പകൽ ടൈമിലൊക്കെ എക്സസൈസ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയിൽ ആ കിടക്കണീന് കുറച്ച് മുന്നേ ആയിട്ട് ഒന്ന് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ ശരീരത്തിന്. അങ്ങനെ ചെയ്യാം. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഓതി അത് കഴിഞ്ഞതാ ഞങ്ങളെല്ലാവരും നിലത്ത് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ കിടക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് ഞാനും സോനും പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചത്. പിന്നെ അതാ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് കിടന്നത്.